പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ, ദൈവം നമ്മോടുകൂടെ എന്നുള്ള ഈ ഷലോം ടെലിവിഷൻ്റെ പ്രോഗ്രാമിൽ നമ്മൾ 7-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചു. നമുക്കറിയാം, പുൽക്കൂട്ടിലേക്കുള്ള യാത്രയാണിത്. ഈ ധ്യാന വിചാരങ്ങളൊക്കെ നമുക്ക് കുറേ കൂടി സ്നേഹത്തോടെ, കുറേ കൂടി വിശ്വസ്തയോടെ, വിശ്വാസത്തോടെയുമൊക്കെ ഈ ക്രിസ്മസ് ആഘോഷിക്കുവാൻ കാരണമാകും. കുറേ കൂടി ആനന്ദത്തോടെ നമുക്ക് ക്രിസ്തുവിലേക്ക് കുറേ കൂടി സഞ്ചരിക്കാം. ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മോട് കൂടെ എന്നുള്ളതിൻ്റെ ശക്തമായ തെളിവ് എന്താണ്? അവൻ നമ്മുടെ കൂടെ ഉണ്ട്. അതിൻ്റെ തെളിവെന്താണ്? അതിൻ്റെ തെളിവെന്ന് പറയുന്നത് വിശുദ്ധരുടെയൊക്കെ ജീവിതങ്ങളാണ്. എന്താണ് ഈ വിശുദ്ധരുടെയൊക്കെ ജീവിതങ്ങൾ? ഈ ഭൂമിയിൽ അവർ കാണിച്ചു തന്നത് എന്താണെന്നറിയാമോ? അവർ കാണിച്ചു തന്നത് ഇങ്ങനെ ഒരു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നാണ്. ജീവിച്ചിരുന്നു എന്ന് മാത്രമല്ല, ഈ ക്രിസ്തു ഇപ്പോൾ ഇവിടെ അവരുടെ കൂടെ നടക്കുന്നു എന്നുള്ളതാണ്. ചിത്രകലയിൽ ഇംപ്രഷനിസം എന്നൊരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? നമുക്കിപ്പോൾ ഒരു ചിത്രം വരയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചിത്രകാരൻ ഈ ചിത്രം അതുപോലെ വരയ്ക്കില്ല, മറിച്ച് ഈ ചിത്രത്തിൻ്റെ മേൽ ഒരു പ്രകാശം വന്ന് വീഴുകയും ആ പ്രകാശത്തിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു നിഴൽ ഈ ചുമരിൽ അവർ വരയ്ക്കുകയും ചെയ്യും. ഈ ക്യാൻവാസിൽ അവർ വരയ്ക്കുന്നത് ഈ പ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന ഈ വസ്തുവിൻ്റെ നിഴലായിരിക്കും. ഈ നിഴൽ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുകയാണ്, ഇവിടെ ഒരു പൂവ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇംപ്രഷനിസം. ഇതുപോലെ ഈ വിശുദ്ധരുടെയൊക്കെ ജീവിതങ്ങൾ കണ്ടിട്ട് ലോകം മനസ്സിലാക്കുകയാണ്, ക്രിസ്തു കൂടെ നടപ്പുണ്ട്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് ഈ നിഴലിന് കാരണം, ഇവരുടെ ജീവിതങ്ങൾക്ക് കാരണം, വിശുദ്ധിക്ക് കാരണം. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ വിശുദ്ധരുടെ ജീവിതമൊക്കെ ഒന്ന് പരിശോധിച്ചാൽ ദൈവം നമ്മോടുകൂടെ എന്നുള്ള ചിന്ത വളരെ ആഴത്തിൽ നമുക്ക് കിട്ടും. ഞങ്ങൾ സെമിനാരിൽ പഠിക്കുമ്പോൾ സെമിനാരിൽ ഒരു നാടകം നടത്തിയിരുന്നു. ദ ട്രൂത്ത് എന്നായിരുന്നു അതിൻ്റെ പേര്, സത്യം. അതിൻ്റെ കണ്ടൻറ് ഇതാണ്, എൻ്റെ ഇതിവൃത്തം ഇതാണ്: ഉദ്ധാനം ചെയ്ത ഈശോ സത്യമായും ഉദ്ധാനം ചെയ്തോ ഇല്ലയോ പ്രോസിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളെയൊക്കെ ആധുനിക കാലഘട്ടത്തിലെ കോടതി മുറിയിലേക്ക് കൊണ്ടുവരിക. അവിടെ ഒരു ജഡ്ജി ഇരിപ്പുണ്ട്, അവിടെ പ്രതിക്കൂട് ഉണ്ട്, പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി ഇവരെ ഓരോരുത്തരെയും വിചാരണ ചെയ്യുക. അപ്പോൾ വക്കീലന്മാർ, അത് പ്രോസിക്യൂഷൻ നടത്തുന്ന വക്കീലും അതുപോലെ തന്നെ വാദിഭാഗവും പ്രതിഭാഗവും വക്കീലും ഇങ്ങനെ മാറി മാറി ഇവരെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഈശോയുടെ കുരിശ് ചുമന്ന കാനാൻകാരനായ ശിമയോനെ കൊണ്ടുവരുന്നുണ്ട്. ശിമയോനെ ചോദ്യം ചെയ്യുന്നുണ്ട്, ശിമയോനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈശോ ഉദ്ധാനം ചെയ്ത് നീ കണ്ടോ? ശിമയോൻ പറഞ്ഞു, ഞാൻ കുരിശ് വഹിക്കുന്നത് കണ്ടു, കുരിശിൻ്റെ കൂടെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, മരിക്കുന്നത് വരെ വന്നു, പക്ഷേ അതിന് ശേഷം ഉള്ള കാഴ്ചകൾ എനിക്ക് കിട്ടിയിട്ടില്ല. വീണ്ടും പത്രോസിനെ വിളിക്കുന്നു, പത്രോസിനെ വിചാരണ ചെയ്യുന്നു. പത്രോസിനോട് ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, അത് ഞാൻ ശൂന്യമായ കല്ലറയാണ് കണ്ടത്, അല്ലാതെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ഈ നടന്ന ദിവസം എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ടാണ്. അന്നേ ദിവസം ഞാൻ ശൂന്യമായ കല്ലറയാണ് കണ്ടത്. യോഹന്നാനെ വിളിച്ചു, യോഹന്നാനും തന്നെ പറയുന്നു. അങ്ങനെ അരിമത്യക്കാരൻ ജോസഫിനെ വിളിക്കുന്നു, പുള്ളി പറയുന്നു, എൻ്റെ കല്ലറയായിരുന്നു, പക്ഷെ എന്നുണ്ടെങ്കിൽ ഈ അന്നേ ദിവസം എന്താണ് സംഭവിച്ചത് ഞാൻ വ്യക്തമായി കണ്ടില്ല. അങ്ങനെ നിക്കോദിമോസിനെ ചോദ്യം ചെയ്തു. അങ്ങനെ കുറേ പേരെയൊക്കെ ചോദ്യം ചെയ്ത് ഇങ്ങനെ വിചാരണ ഇങ്ങനെ മുന്നോട്ട് പോകും. അവസാനം മഗ്ദലേന മറിയത്തെ ചോദ്യം ചെയ്യുന്നു. മഗ്ദലേന മറിയത്തെ ചോദ്യം ചെയ്യുമ്പോൾ
പ്രോസിക്യൂഷൻ ചോദ്യം ചെയ്തിട്ട് തെളിയിക്കുന്നത് ഇതാണ്: അവൾക്ക് സ്ത്രീ എന്ന നിലയിൽ ചില വിഭ്രാന്തികൾ, പുലരിയിൽ പാട്ടവിളക്കം കത്തിച്ചുകൊണ്ട് ഈ കല്ലറയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവളുടെ സമനില തെറ്റിയിരിക്കുന്നു. മാത്രമല്ല, അവളെക്കുറിച്ച് പറയുന്നത്, ബൈബിൾ പറയുന്നത് 7 ദുരാത്മാക്കൾ പുറത്താക്കപ്പെട്ടവളാണ്. അങ്ങനെയെങ്കിൽ ഈ ഭൂതബാധയൊക്കെ ഉള്ള അവളെ പറയുന്നത് വിശ്വസിക്കാനൊന്നും പറ്റില്ല. അവസാനം ഈ ജഡ്ജി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ വിധിക്ക് മുൻപായിട്ട്: ആട്ടെ, നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ പെൺകുട്ടി, ഈ മഗ്ദലന മറിയം, ഈ പ്രതിക്കൂട്ടിൽ നിന്ന് വാവിട്ട് കരയുന്നുണ്ട്. അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ഇവൾ കൂടെ പറയുന്നുണ്ട്. പക്ഷേ ജഡ്ജി ഇവളുടെ കരച്ചിൽ കണ്ടിട്ട് അവസാനം ഇവളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്: ഇപ്പോൾ നീ എന്ത് ചെയ്യുന്നു? അവൾ പറഞ്ഞു: ഞാൻ ഈ ഉത്ഥാനത്തിന് ശേഷം ഇവിടം വിട്ടു, ഈ നാട് വിട്ടു, എനിക്കിവിടെ നിൽക്കാൻ പറ്റാതായി, ചിതറിക്കപ്പെട്ടു ഞാൻ അങ്ങ് സിറിയയിലേക്ക് പോയി. അവിടെ നീ എന്ത് ചെയ്യുന്നു? അവിടെ ഞാനൊരു കുഷ്ഠരോഗ ആശുപത്രിയിൽ കുഷ്ഠരോഗികളെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു അനാഥാലയത്തിൽ ഞാൻ അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. ജഡ്ജി വിധി പ്രഖ്യാപിച്ചു: അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു. ഇതാണ് ഇംപ്രഷനിസം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നമ്മൾ എവിടെയാണ്? ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? ഇതാണ് തെളിവ്. അവൻ ഉയർത്തെഴുന്നേറ്റോ? അവൻ കൂടെയുണ്ടോ? ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നതിൻ്റെ അടയാളങ്ങൾ നമുക്കുണ്ടോ എന്നുള്ളതാണ്. ഈ മുദ്രകൾ നമ്മൾ പേറുന്നുണ്ടോ എന്നുള്ളതാണ് ഈ യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ചില വിശുദ്ധരുടെയൊക്കെ ജീവിതങ്ങൾ ഒന്ന് പരിശോധിക്കുന്നത് ഉചിതമാണ്. ആരാണ് വിശുദ്ധർ? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. വിശുദ്ധരാരാണ്? ഈശോ പറയാണ്, എന്നെ അനുഗമിക്കുന്നവനാണ് വിശുദ്ധൻ, ഞാനായിരിക്കുന്നിടത്ത് അപ്പോൾ എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈശോ കൂടെ നടക്കും. ദൈവം നമ്മോട് കൂടെ നടക്കുന്നത്. ഈശോയുടെ കൂടെ നടക്കുന്നവരാണ് വിശുദ്ധര്. വീണ്ടും പറയാണ്, എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. അതുകൊണ്ടാണ് വിശുദ്ധരെയൊക്കെ നമ്മൾ ആദരിക്കുന്നത്. വിശുദ്ധരെയൊക്കെ നമ്മൾ വണങ്ങുന്നതിൻ്റെ കാരണം, എന്നെ ശുശ്രൂഷിക്കുന്നവനെ എൻ്റെ പിതാവ് ആദരിക്കും. പിതാവ് ആദരിക്കുന്നവനെ നമുക്ക് ആദരിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് വിശുദ്ധരെയൊക്കെ നമ്മൾ ആദരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധരൊക്കെ കർത്താവിൻ്റെ തണലിൽ ജീവിക്കുന്നവരാണ്, കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നവരാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ്. നമുക്ക് ചില വിശുദ്ധരുടെയൊക്കെ ജീവിതങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ, വിശുദ്ധ ഡോൺ ബോസ്കോ യഥാർത്ഥത്തിൽ 2 വയസ്സുള്ളപ്പോൾ അപ്പൻ മരിച്ച കുഞ്ഞാണ്. 13-ാമത്തെ വയസ്സിൽ അമ്മയും മരിച്ചു. ഈ ഭൂമിയിലെ തലോടലും സ്നേഹവും താങ്ങും ഒക്കെ നഷ്ടപ്പെട്ടിട്ടും എന്താ ഈ കുഞ്ഞിന് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടില്ല? ഈ ഭൂമിയിൽ വേണമെന്നുണ്ടെങ്കിൽ ചിന്തിക്കാമായിരുന്നു, എനിക്കൊന്നും കിട്ടിയിട്ടില്ല, അപ്പൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല, അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല, കുഞ്ഞിലെ ഇവരെല്ലാം മരിച്ചുപോയി. എന്നിട്ടും ഡോൺ ബോസ്കോ വിശുദ്ധനായി ലോകം അദ്ദേഹത്തെ ആദരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? അവർക്ക് ദേ എൻജോയ്ഡ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവ സാന്നിധ്യം കൂടെ കൊണ്ടു നടന്നു. വിശുദ്ധ ഗിൽബർട്ടിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ജനിച്ചപ്പോൾ തന്നെ മാതാപിതാക്കൾ ഉപേക്ഷിച്ച കുഞ്ഞാണ് ഗിൽബർട്ട്. സ്നേഹം കിട്ടിയിട്ടില്ല. പക്ഷേ ഗിൽബർട്ടിന് പൊതിയുന്ന ഒരു സ്നേഹം, ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റി. ഇതാണ് ദൈവം നമ്മോട് കൂടെ എന്നുള്ളതിൻ്റെ അർത്ഥം. ഇതാണ് ക്രിസ്മസ്. വിശുദ്ധ കൊച്ചുത്രേസ്യ 4 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ച കുഞ്ഞാണ്. വിശുദ്ധ അൽഫോൻസാമ്മ ജനിച്ച് 37-ാം ദിവസം അമ്മ മരിച്ചതാണ്. അമ്മയുടെ മുലപ്പാലും സ്നേഹവും നഷ്ടപ്പെട്ട കുഞ്ഞാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അവളുടെ അടുത്തേക്ക് ജനലക്ഷങ്ങൾ ഓടിയെത്തുന്നത്? കാരണം ഇത്രയേ ഉള്ളൂ, അവൾക്ക് ഈ പ്രസൻസ് അംഗീകരിക്കാൻ പറ്റി. ദൈവം നമ്മോട് കൂടെ, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. നമ്മളൊന്നും കാണാത്ത എന്തോ അവർ കണ്ടു. അതാണ് വിഷയം. നമ്മളൊക്കെ കാണാത്ത എന്തോ ഒരു കാഴ്ച അവർ കണ്ടു. പിന്നീട് കണ്ണെടുക്കാൻ പറ്റുന്നില്ല അതിൽ നിന്ന്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ ഒരു തലോടലും ഒരു സ്നേഹവും കിട്ടിയില്ലെങ്കിലും അവരൊക്കെ ജീവിച്ചു പോകുന്നതും അവരൊക്കെ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നതും. വിശുദ്ധ
കുരിശിൻ്റെ യോഹന്നാൻ 3 വയസ്സിൽ അപ്പൻ മരിച്ച കുഞ്ഞാണ്. വിശുദ്ധ പീറ്റർ ഡാമിയൻ കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ 2 പേര് നഷ്ടപ്പെട്ട കുഞ്ഞാണ്. ഇവരൊക്കെ വിശുദ്ധിയിലേക്ക് ഉയർന്നത് പ്രിയപ്പെട്ടവരെ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഇതാണ് ഇമ്മാനുവേൽ, ഇതാണ് ദൈവം നമ്മോട് കൂടെ. നമുക്ക് ഇല്ലാത്തതിൻ്റെ പഞ്ഞമാസത്തിൻ്റെ ഈ ലുത്തിനിയ പാടുന്നു എന്നൊക്കെ പറയുന്നത് കണക്കെ നമുക്ക് ഇല്ലേ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനിടയിൽ എനിക്ക് ഇതൊക്കെ മതി എന്ന് ദൈവത്തെ നോക്കി പറയാൻ പറ്റിയാൽ ഇതാണ് നമ്മുടെയൊക്കെ പുണ്യപ്പെട്ട ജീവിതം, ഇതാണ് നമ്മുടെ സാക്ഷ്യമാകുക, ഇതാണ് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. 9 വയസ്സിൽ അമ്മ മരിച്ചു, 18 വയസ്സിൽ അപ്പൻ മരിച്ചു. പക്ഷേ നമുക്കറിയാം, ലോകം മുഴുവനും ദൈവസ്നേഹം പങ്കുവെച്ച ആളാണ്. എവിടെ ഒരു വ്യക്തിക്ക് സ്നേഹം കിട്ടാതായിട്ടുണ്ടോ അവിടേക്ക് ഈ മാർപ്പാപ്പ ഓടിയെത്തിയിട്ടുണ്ട്. ഞാൻ കേട്ടൊരു സംഭവം, ഒരിക്കൽ അദ്ദേഹത്തിന് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ ഓഫീസ് കെട്ടിടത്തിൻ്റെ പിന്നാമ്പുറത്തുള്ള മുറ്റത്തൂടെ ഇങ്ങനെ എക്സസൈസിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 4 മണിക്ക് ചായ കുടിയൊക്കെ കഴിഞ്ഞിങ്ങനെ നടക്കുന്ന ഒരു സമയം. അപ്പോൾ അവിടെ ഒക്കെ തൂത്ത് വൃത്തിയാക്കുന്ന വിക്ടോറിയ എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ മാർപ്പാപ്പ ഇങ്ങനെ തിരുമേനിമാരുമായി ഇങ്ങനെ ആ മുറ്റത്തൂടെ ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് പറമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവൾ 2 കൽപ്പിച്ച് ഓടിച്ചെന്ന് ചൂലൊക്കെ അങ്ങ് താഴെ ഇട്ടിട്ട് മാർപ്പാപ്പയുടെ മുമ്പിൽ പെട്ടെന്ന് മുട്ടുകുത്തി. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതായിപ്പോയി. പ്രോട്ടോക്കോളുകളില്ലാതെ ഈ മാർപ്പാപ്പയുടെ മുൻപിൽ ചെന്ന് മുട്ടുകുത്തിയിട്ട് അവൾ തൊഴുതുകൊണ്ട് പറഞ്ഞു, പിതാവേ, മാർപ്പാപ്പായെ, അങ്ങ് എൻ്റെ കല്യാണത്തിനൊന്ന് വരാമോ? അങ്ങനെ കല്യാണത്തിനൊന്ന് വരാമോ? അടുത്ത മാസം 18-ാം തീയതി എൻ്റെ കല്യാണമാണ്, വരാമോ? മാർപ്പാപ്പ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എന്നാണ് പറയുക. കൂടെയുള്ള ഈ തിരുമേനിമാരും സെക്രട്ടറിമാരും ഒക്കെ ചിന്തിച്ചു, മണ്ടിപ്പെണ്ണ് ഇവൾ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്? മാർപ്പാപ്പമാരാരും കല്യാണമൊന്നും കെട്ടിക്കാൻ പോകാറില്ല, ഇതൊന്നും അറിഞ്ഞുകൂടെ? അങ്ങനെ മാർപ്പാപ്പ അവളെ നോക്കി ഒന്ന് ചിരിത്തി കവിളിലൊരു തട്ടൊക്കെ തട്ടി അവളെ പറഞ്ഞു വിട്ടു. പ്രിയപ്പെട്ടവരെ, ഈ വിഷയം ഡയറിയിൽ കുറിച്ചില്ല, എന്നാണ് അവളുടെ കല്യാണമെന്ന് സെക്രട്ടറിയോട് പറഞ്ഞിട്ടില്ല. പക്ഷേ എന്താണ് സംഭവിച്ചത്? ചരിത്രത്തിൽ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അടുത്ത മാസം 18-ാം തീയതി ഇറ്റലിയിലെ ഒരു കുഗ്രാമത്തിൽ ഒരു തൂപ്പുകാരിയുടെ കല്യാണം, വിക്ടോറിയ എന്നൊരു പെൺകുട്ടിയുടെ കല്യാണം, 10-60 പേര് മാത്രമുള്ള ആ ഒരു കല്യാണത്തിൽ സംബന്ധിക്കുവാൻ മാർപ്പാപ്പയുടെ വെളുത്ത കാറിൽ മാർപ്പാപ്പ അവിടെ എത്തി. ആളുകൾ ഞെട്ടിപ്പോയി. സാധാരണ മാർപ്പാപ്പ കല്യാണങ്ങളൊന്നും ആശീർവദിക്കാറില്ലല്ലോ. പക്ഷേ മാർപ്പാപ്പ സകല പ്രോട്ടോക്കോളും തെറ്റിച്ചുകൊണ്ട് ആ വിവാഹം ആശീർവദിച്ചിട്ട് ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, പോയി ജീവിച്ചോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് ഈ സ്നേഹമൊക്കെ ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്നത്, പാവങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ഒഴുകിയിറങ്ങുന്നത്, ഈ സ്നേഹം പുറപ്പെട്ടു വരുന്നത്? കാരണം ഇവർക്കൊക്കെ പൊതിഞ്ഞു നിന്ന ഒരു ദൈവസ്നേഹമുണ്ട്. ഇതാണത് പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവസാന്നിധ്യം. ഇതാണ് ക്രിസ്മസ്. നമുക്ക് വിശുദ്ധ ചാൾസ് ഡി ഫുക്കോൾഡ് എന്ന് പറയുന്ന വിശുദ്ധനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആകാശത്തിലെ അപ്പൻ്റെ സ്നേഹത്തെ പങ്കുവെച്ച് നടന്നൊരു വിശുദ്ധനാണ്. അദ്ദേഹത്തിന് പക്ഷെങ്കിൽ 6-ാമത്തെ വയസ്സിൽ പേരൻസ് 2 അപ്പനും അമ്മയും നഷ്ടപ്പെട്ട കുഞ്ഞാണ്. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ 12-ാമത്തെ വയസ്സിൽ അമ്മ മരിച്ച കുഞ്ഞാണ്. വിശുദ്ധ മേരി മാർഗരറ്റ് അലക്കോക്ക് എന്ന് പറയുന്ന വിശുദ്ധ മറിയം ത്രേസ്യ, ഇവരൊക്കെ കുഞ്ഞുനാളിലെ പേരൻസൊക്കെ, മാതാപിതാക്കളൊക്കെ നഷ്ടപ്പെട്ടിട്ടും ലോകത്തിന് സ്നേഹം വിളമ്പിക്കൊടുക്കാൻ പറ്റിയതാണ്. നമുക്കറിയാം, മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാത്ത, സ്പർശനവും ചൂടും ലഭിക്കാത്ത ഈ ആളുകൾക്ക് ഒരു മാജിക് ഉണ്ടായിരുന്നു. അതാണ് ഇമ്മാനുവേൽ മാജിക്. അതാണ് ദൈവം നമ്മോടുകൂടെ. അവരത് കണ്ടു. നമ്മുടെ ഇടയിലുമുണ്ട് കർത്താവ്. ഈ ക്രിസ്മസിൽ ഇതൊന്ന് സെൻസ് ചെയ്യാൻ പറ്റിയാൽ ക്രിസ്മസ് വിജയിച്ചു. ഈ കാലയളവിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടമാകുന്നത് പ്രസൻസ് ഓഫ് ഗോഡാണ്. ആളുകളുടെയും ലോകത്തിൻ്റെയും ബഹളങ്ങളുടെയും ഒക്കെ സാന്നിധ്യം പെരുകുമ്പോൾ നമുക്ക് ഈ സാന്നിധ്യം, ദൈവ സാന്നിധ്യം നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വിദേശങ്ങളിലൊക്കെ ചില പള്ളികളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യം, അവിടെ ആളുകൾ പള്ളിയിൽ വന്നാൽ പ്രാർത്ഥിക്കാനാണ് വരുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ പള്ളികളിലൊക്കെ വരുന്നത് ഒരു സോഷ്യൽ കസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നു. അവിടെ ആരും അങ്ങനെ സോഷ്യൽ കസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സാമൂഹികമായിട്ടുള്ള ഒരു മാനം കണ്ടെത്തി വരുന്നവരല്ല. മറിച്ച്
പള്ളിയിൽ വരികയാണോ അവർ പ്രാർത്ഥിക്കാൻ വരും. പള്ളിയിൽ വരികയാണോ മുട്ടുകുത്തും. ദേ വിൽ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ ഇമ്മാനുവേൽ മാജിക് നമുക്ക് ഈ ക്രിസ്മസ് സീസണിൽ ഉണ്ടാകണം. അമ്മ നഷ്ടപ്പെട്ടവർക്ക് അമ്മയായി മാറാൻ, അപ്പം നഷ്ടപ്പെട്ടവർക്ക് സ്വർഗത്തിൻ്റെ പിതൃത്വത്തെക്കുറിച്ച് പങ്കുവെച്ചു കൊടുക്കാനൊക്കെ പറ്റുന്ന കാലയളവായിരിക്കണം ഈ ക്രിസ്മസ്. മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാത്ത അനേകരുണ്ട്. അതുകൊണ്ടാണ് അവരൊക്കെ സ്വഭാവ വൈകൃതങ്ങളിലേക്ക് പോകുന്നു എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഈ വിശുദ്ധരൊക്കെ മറ്റൊരു പാഠമാണ് നമുക്ക് കാണിച്ചു തന്നത്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ടും എന്തേ ഇവരൊക്കെ സ്വഭാവ വൈകൃതങ്ങളിലേക്ക് പോയിട്ടില്ല? കുഞ്ഞുനാളിൽ സ്നേഹം തിരസ്കരിക്കപ്പെട്ടിട്ടും കുഞ്ഞുനാളിൽ ചില ട്രൗമകളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇവരൊക്കെ വിശുദ്ധിയുടെ പടവുകളിലേക്ക് കയറിയത്? വിശുദ്ധ ജർമ്മൈൻ കുസീൻ കണ്ഠരോഗം, മാലരോഗം എന്നൊക്കെ പറയുന്നത് കണക്കെ ഈ നമ്മുടെയൊക്കെ കഴുത്തിലുണ്ടാകുന്ന ഈ രോഗം, വലിയ വലിയ വ്രണങ്ങൾ ഉണ്ടായത് മൂലം അവളെ താമസിപ്പിച്ചിരുന്നത് ആട്ടിൻകൂട്ടിലായിരുന്നു. എന്നിട്ടും എന്തേ 13-ാമത്തെ വയസ്സിൽ ഈ കുഞ്ഞ് വിശുദ്ധയായി മാറി ആ ദേശത്തിൻ്റെ തന്നെ മധ്യസ്ഥയായി മാറുന്നത്? കാരണം ഈ ട്രൗമകളും രോഗങ്ങളും ഈ സ്നേഹം കിട്ടാത്ത അവസ്ഥകളും ഒന്നുമല്ല സ്വഭാവ വൈകൃതങ്ങളുടെ കാരണം. ഇതിനെയൊക്കെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. അതാണ് ഇമ്മാനുവേൽ. ആ ഇമ്മാനുവേൽ സ്നേഹം നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വയം പഴിച്ച് ദൈവത്തെ പഴിച്ച് ജീവിക്കാൻ ഉള്ള അവസരമല്ലിത്. ഈ ക്രിസ്മസ് ദൈവസ്നേഹത്തിൻ്റെ തണലിലേക്ക് പങ്കുവച്ച് വളരാനുള്ള ഒരു കാലയളവാണ്. ഈ വിശുദ്ധരൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ്, സംശയിക്കപ്പെട്ടവരാണ്, പരിഹസിക്കപ്പെട്ടവരാണ്, കൈപ്പേറിയ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ്. എങ്കിലും അവരൊരിക്കലും സഭ വിട്ടുപോയില്ല, അവർ ശുശ്രൂഷ വിട്ടുപോയിട്ടില്ല, അവരൊരിക്കലും ഈശോയെ ഉപേക്ഷിച്ചില്ല. ഇതാണ് ഇമ്മാനുവേൽ അനുഭവം എന്ന് പറയുക. ഇവരൊരുപാട് പരിഹസിക്കപ്പെട്ടവരാണ്, ഇവരൊരുപാട് കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ പോയവരാണ്, അനുഭവങ്ങളിലൂടെ പോയവരാണ്, ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടവരാണ്. ചില വിശുദ്ധരുടെയൊക്കെ ജീവിതമൊക്കെ എടുത്താൽ നമുക്ക് മനസ്സിലാകും. അധാർമികൻ എന്നാണ് വിശുദ്ധ ജോൺ മരിയ വിയാനിയെ വിളിച്ചത്. അധാർമികൻ എന്ന് പറഞ്ഞാൽ ഒരു വേശ്യസ്ത്രീയിൽ ഒരു കുഞ്ഞു വരെ ഉണ്ട് എന്ന് ആരോപിച്ചു. പക്ഷേ സഹവൈദികർ പോലും മരമണ്ടൻ എന്ന് വിളിച്ചിരുന്ന ആ വിശുദ്ധൻ ലോകത്തെ മാനസാന്തരപ്പെടുത്തി. അനേകർക്ക് കുമ്പസാരക്കൂട്ടിൽ കരുണയുടെ കൃപാവരം ഒരുക്കി കൊടുത്തു. വിശുദ്ധ പദ്രേപ്പിയോ, അദ്ദേഹത്തിന് ദൈവം പഞ്ചക്ഷതം കൊടുത്ത ആളാണ്. ഈ പഞ്ചക്ഷതത്തെ പക്ഷെ കൂടെ താമസിച്ചിരുന്നവർ പോലും സംശയിച്ചു. ഒന്നാലോചിച്ച് നോക്കിയേ, തൊട്ടടുത്ത മുറിയിൽ കഴിയുന്ന ആളുകൾ സംശയത്തോടെ ഈ മനുഷ്യനെ നോക്കുകയാണ്. ഈ മുറിവുകളെ സംശയത്തോടെ കാണുകയാണ്. സംശയത്തിൻ്റെ കണ്ണുകളോടുകൂടി ഒരേ കൂരയ്ക്ക് കീഴിൽ കഴിയുക. ഇതാണ് പദ്രേപ്പിയുടെ ദുരനുഭവം. അദ്ദേഹത്തെ പിശാചുപീഡ ഉള്ളവനെന്ന് പോലും വ്യാഖ്യാനിച്ചു. വിശുദ്ധ ഫൗസ്റ്റീനായുടെ രോഗം തട്ടിപ്പാണ്, കാപഢ്യമാണ്, കള്ളത്തരമാണ്, പിശാചുബാധ്യതയാണ് എന്നൊക്കെ ആരോപിച്ചു. അവരൊരുപാട് പരിഹസിക്കപ്പെട്ടവരും നിന്ദിക്കപ്പെട്ടവരുമാണ് വിശുദ്ധർ. പക്ഷേ എന്തുകൊണ്ടാണ് അവരെ ഇതിൽ നിന്നെല്ലാം പിടിച്ചു കയറ്റി നിർത്തിയെന്നറിയാമോ? ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ഇതാണ് ക്രിസ്മസ്. വിശുദ്ധ അൽഫോൻസാമെ കള്ളി എന്ന് വിളിച്ചിട്ടുണ്ട്. വിശുദ്ധ ഡാമിയനെ ഭ്രാന്തൻ എന്ന് വിളിച്ചിട്ടുണ്ട്. വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ, പറക്കും വിശുദ്ധൻ, അതായത് എക്സ്ട്രസിയിലൊക്കെ ആയിക്കഴിയുമ്പോൾ ആൾ ഭൂമിയിൽ നിന്ന് മെല്ലെ മെല്ലെ ഉയരും. ഇത് കണ്ടിട്ട് ഇത്രയും കൃപയിലേക്ക് ഉയർന്ന ഒരു വ്യക്തിയെ പക്ഷേ കൂടെ താമസിച്ചിരുന്ന ആളുകൾ വിളിച്ചിരുന്നത് വാവുളിയൻ എന്നാണ്. വാവുളിയൻ. ഇതെല്ലാം സഹിച്ചിട്ടും ഇവർ പിടിച്ചു നിന്ന് എന്തുകൊണ്ടാണെന്നറിയാമോ? വിശുദ്ധിയുടെ പടവ് കയറി എന്തുകൊണ്ടാണെന്നറിയാമോ? നത്തിങ് ബട്ട് ദ പ്രസൻസ് ഓഫ് ഗാഡ്, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. അതുകൊണ്ട് ക്രിസ്മസ് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. മനുഷ്യാവതാരമാണ് ലോകത്തെ മോചിപ്പിച്ചെടുക്കാനുള്ള ആദ്യത്തെ ദൈവത്തിൻ്റെ പദ്ധതി. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധരുടെയൊക്കെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നത് ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ് ഓൾവേസ്. വിശുദ്ധ മക്കാരിയൂസ് എന്ന് പറയുന്ന വിശുദ്ധനെക്കുറിച്ച് പറയുന്നത്, ഒരു സ്ത്രീയെ മാനഭംഗപ്പെടുത്തി ഗർഭിണിയാക്കി എന്ന് ആരോപിച്ച് ജനം വലിച്ചിരച്ചുകൊണ്ട് കൊണ്ടുപോയ, ഈ തറയിലിട്ട് ചവിട്ടിയ വിശുദ്ധനാണ് വിശുദ്ധ മക്കാരിയൂസ്. പുള്ളി ചിരിച്ചുകൊണ്ട് അത് സമ്മതിച്ചു, അംഗീകരിച്ചു. കാരണം ജനത്തിനെതിരെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം അറിയുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്.
വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള ചെയ്യാത്ത കുറ്റത്തിന് പല ആവർത്തി തടങ്കിലാക്കപ്പെട്ട, ജയിലറകളിലാക്കപ്പെട്ട വ്യക്തിയാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള. വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ കൂടെ താമസിച്ചിരുന്നവർ കണ്ണ് മൂടിക്കെട്ടിയിട്ട് 9 മാസം ഈ പാവപ്പെട്ട മനുഷ്യനെ ഇരുട്ടറയ്ക്കൽ, ഇരുട്ടുമുറിയിലിട്ട് പൂട്ടിയിട്ടു. ഇത്രമേൽ ത്യാഗോജ്വലമായി ജീവിച്ച വിശുദ്ധരുണ്ട്. എന്താണ് ഇവരെ ഇതൊക്കെ സഹിക്കാൻ വേണ്ടി അനുവദിച്ചത്, സഹായിച്ചത്? അതിൻ്റെ പേരാണ് ക്രിസ്മസ്. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധരൊക്കെ ഞാൻ പറഞ്ഞതുപോലെ എന്തോ കണ്ടു. നമ്മൾ കാണാത്തൊരു കാഴ്ച അവർ കണ്ടു. ഈ കണ്ട കാഴ്ചയിൽ അവർ മനസ്സുടക്കി, കണ്ണുടക്കി ജീവിച്ചു. ഇരുചെവി അറിയാതെ അതിലവർ ആഴപ്പെട്ടു. ഈ ഹൃദയത്തിൽ ഈ സാന്നിധ്യം ആഴപ്പെടുന്നതാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും സുന്ദരമായ സംഗീതം. ദൈവം നമ്മോടുകൂടെ. വേണമെങ്കിൽ അവർക്കിനി ഈ ലോകത്തിൽ ജീവിക്കാമായിരുന്നു. വിശുദ്ധ ആഗ്നസിനെ കഴുത്ത് വെട്ടി കൊല്ലുകയായിരുന്നു 12ാമത്തെ വയസ്സിൽ. ഒറ്റ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു, ആഗ്നസേ ഈശോയെ വേണ്ടെന്ന് പറ. പക്ഷേ ആഗ്നസ് പറഞ്ഞു, രക്തസാക്ഷിത്വം എനിക്ക് വേണം, ഈശോ മാത്രം മതി. വിശുദ്ധ യുലേലിയ എന്ന് പറയുന്ന ഒരു വിശുദ്ധയാണ്, വിശുദ്ധ യുലേലിയ. 12ാമത്തെ വയസ്സിൽ അടിച്ച് മുറിച്ച് വലിച്ചു കീറി തീയിൽ പൊള്ളിച്ചു കൊന്ന കുഞ്ഞാണ് വിശുദ്ധ യുലേലിയ. അവൾ പറഞ്ഞു, ശരീരം മുഴുവൻ ബ്ലഡായപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ഈശോ ധരിച്ച ചുവന്ന മേലങ്കിയാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ വെളിപ്പെട്ട ഒരു സാന്നിധ്യമുണ്ട്. എന്ത് കിട്ടിയാലും ചെയ്താലും ഈശോ. ഇതാണ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. വിശുദ്ധ പോളികാർപ്പസിനെ തീയിൽ ജീവനോടെ ചുട്ടുകൊല്ലുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാണ് ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ തീ ഇറങ്ങി വരുന്നത്. എന്ത് ചിന്തിച്ചാലും പ്രിയപ്പെട്ടവരെ, സ്വർഗവുമായിട്ട് അവർ കണക്ട് ചെയ്തു. ഇതാണ് ഇമ്മാനുവേൽ അനുഭവം, ദൈവം നമ്മോട് കൂടെ. വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ ആരാച്ചാരോട്, അദ്ദേഹത്തെ വെട്ടിക്കൊല്ലാമെന്നാണ്, അത് ആരാച്ചാരോട് പറഞ്ഞു, സ്നേഹിത സമയം താമസിക്കണ്ട, സമയം താമസിച്ചാൽ എൻ്റെ രക്തസാക്ഷിത്വം മാറിപ്പോയാലോ, അതുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹം നിൻ്റെ ഡ്യൂട്ടി നിർവഹിച്ചേക്കാനാവുന്നു. ആരാച്ചാര് പിന്നൊന്നും നോക്കിയില്ല, തല വെട്ടിക്കളഞ്ഞു. ഇങ്ങനെയൊക്കെ ജീവിതത്തെ മന്ദഹാസത്തോടെ, ഇങ്ങനെയൊക്കെ ഈ മരണത്തെ മന്ദഹാസത്തോടെ നേരിടാൻ പറ്റുന്ന വിശുദ്ധരൊക്കെ ഉണ്ട്. വിശുദ്ധ തോമസ് മൂർ ലണ്ടൻ പാലത്തിൽ അദ്ദേഹത്തിൻ്റെ ശിരസ് തൂക്കി. രാജാവ് ചെയ്ത തെറ്റല്ല എന്നൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, അദ്ദേഹത്തിന് പിന്നെയും പദവികളോടെ ജീവിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ രാജാവിൻ്റെ പദവികളെക്കാളും മീതെ കണ്ട ഒരു കാര്യമുണ്ട്, അതാണ് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. വിശുദ്ധ സിസിലി പുണ്യവതിയെക്കുറിച്ച് വായിച്ചതാണ്. സിസിലി പുണ്യവതിയുടെ കഴുത്ത് വെട്ടി 3 ദിവസം മുറിഞ്ഞ കഴുത്തുമായിട്ട് ഈ പുണ്യവതി ജീവിച്ചു. ആ 3 ദിവസവും സിസിലി പുണ്യവതി പാട്ടുപാടി, ദൈവസ്തുതികൾ പാടി ജീവിച്ചു. അതുകൊണ്ടാണ് ഗായകരുടെയൊക്കെ മധ്യസ്ഥ എന്ന് പറയുന്നത് വിശുദ്ധ സിസിലി പുണ്യവതിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധർക്ക് വേണമെന്നുണ്ടെങ്കിൽ വഴിമാറി നടക്കാമായിരുന്നു. എന്തേ നടക്കാഞ്ഞത്? അവരെന്തോ കണ്ടു. അതാണ് പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഫീൽ ഹിം. ഇതാണ് ക്രിസ്മസ്. എൻജോയ് ഹിസ് പ്രസൻസ്. അത് മറക്കരുത്, അത് വിസ്മരിക്കരുത്. അവൻ കൂടെ നടക്കാൻ കൊതിക്കുന്ന ഒരു ക്രിസ്തുവാണ്. അവൻ 1ാം സ്ഥാനം കൊടുത്താൽ 2-3 സ്ഥാനം കൊണ്ട് ഒരിക്കലും ക്രിസ്തു തൃപ്തിപ്പെടില്ല. അവൻ 1ാം സ്ഥാനം തന്നെ വേണം. ഫീൽ ഹിം, ഹി ഈസ് വിത്ത് യു. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ക്രിസ്മസ് സീസണിൽ നമ്മുടെ വെറുതെ ധ്യാനം കേട്ട് വചനം കേട്ട് പോവുക എന്നുള്ളതല്ല, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഈശോയ്ക്ക് വേണ്ടി ചെയ്യണം. സോ ദാറ്റ് ഹീ വിൽ കം ആൻഡ് ലിവ് വിത്ത് യു. നമ്മുടെ കൂടെ അവൻ ജീവിക്കും. എന്താണ് പ്രവൃത്തി എന്നറിയാമോ? ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം. ഈ കാലഘട്ടത്തിൽ ക്രിസ്മസ് സമയത്ത് നമ്മളുടെയൊക്കെ വീടുകളിൽ നിന്ന്, പള്ളികളിൽ നിന്ന് പുൽക്കൂടുകളൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അഥവാ പുൽക്കൂടുകൾ സൃഷ്ടിച്ചാൽ തന്നെ, ഉണ്ടാക്കിയാൽ തന്നെ നമ്മളതൊക്കെ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാറുണ്ട്. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കറിയാമോ പുൽക്കൂടുകൾ ഉണ്ടാക്കപ്പെട്ടത് ഫ്രാൻസിസ് അസീസിയുടെ കാലത്താണ്. ഫ്രാൻസിസ് അസീസിക്ക് കിട്ടിയ സ്വർഗീയ വെളിപാടാണത്. കാരണം ഈ നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ സാന്നിധ്യം, അതിനെ ധ്യാനിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം. നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മളൊരു തീരുമാനം ഇന്നെടുക്കുക. ഇനി സമയമുണ്ട്, നമുക്ക്
നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞു പുൽക്കൂടുണ്ടാക്കും. ഇന്ന് നമ്മുടെയൊക്കെ ചിത്രങ്ങളിൽ നിന്ന് പുൽക്കൂടുകളൊക്കെ അപ്രത്യക്ഷമാകുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ക്രിസ്മസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാന്താക്ലോസിൻ്റെ ബർത്ത്ഡേ ആണെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അല്ലാതെ ക്രിസ്തു അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമുക്ക് ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. ക്രിസ്മസിൽ ഈ പുൽക്കൂടുകൾ ഉണ്ടാക്കിയെടുക്കണം. പ്രിയപ്പെട്ടവരെ, ഈ പുൽക്കൂടുകളിലാണ് ഈശോയുടെ സാന്നിധ്യമുള്ളത് എന്ന് നമ്മൾ അതിനെ നോക്കി നിൽക്കുമ്പോഴും അതിനെ നോക്കി ധ്യാനിക്കുമ്പോഴും ആളുകൾക്ക് മനസ്സിലാകണം. അഥവാ നമുക്ക് പുൽക്കൂടുകൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അതിനുള്ള സാഹചര്യവും സാമ്പത്തികമോ ഒന്നും നമുക്കില്ല എങ്കിൽ, നന്നായി പുൽക്കൂടുകൾ ഉണ്ടാക്കിയ പള്ളികളുണ്ട്, പള്ളിമുറ്റങ്ങളുണ്ട്. അവിടെ 5 മിനിറ്റ് സമയമെങ്കിലും ഈ പുൽക്കൂടിനെ നോക്കി ധ്യാനപൂർവ്വം നമുക്ക് നിൽക്കാനാകണം. ആ ഉണ്ണിമിശിഹായെ, അവൻ ദാരിദ്ര്യത്തിൽ വന്ന് പിറന്നതിനെ, പരിശുദ്ധ അമ്മ കാലഘട്ടത്തിൽ സഹിച്ച വേദനകളെ, യൗസേപ്പ് പിതാവിൻ്റെ സാമ്പത്തിക ക്ലേശത്തെ, ഗർഭത്തിലെ സംശയിക്കപ്പെട്ട ഈ കുഞ്ഞിനെക്കുറിച്ച്, ആട്ടിടയന്മാർ അവരുടെ ദാരിദ്ര്യത്തിലും അവനെ വന്ന് വണങ്ങി നിൽക്കുന്നതിനെ, പൂജരാജാക്കന്മാർ ത്യാഗോജ്ജലമായി പൊന്നുമേറ കുന്തിരിക്കം കൊണ്ട് കാഴ്ചവെച്ചുകൊണ്ട് ആ പുൽക്കൂട്ടിലേക്ക് വരുന്നതിനെ, ആ സുന്ദരമായ രാത്രിയെ, ദൈവം മണ്ണിനെ തൊട്ട, ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയെ തൊട്ട ആ സുന്ദരമായ രാത്രിയെ ധ്യാനിച്ചുകൊണ്ട് 5 മിനിറ്റ് നിൽക്കാൻ പറ്റണം. അത് ത്യാഗോജ്വലമായൊരു പ്രവൃത്തിയാകട്ടെ. അങ്ങനെയെങ്കിൽ ഈ ധ്യാനമൊക്കെ അർത്ഥപൂർണമാകും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ ഒഴിവാക്കുന്ന ഒരു ശ്രമവും നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ പരിസരത്തോ ഉണ്ടാകാൻ അനുവദിക്കരുത്. എല്ലാവർക്കും നല്ല ഒരു ക്രിസ്മസ് സമയം ഞാൻ ഇന്ന് ആശംസിക്കുകയാണ്. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവകുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah, 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 amen. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. Hallelujah, amen. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. Hallelujah, amen. ദൈവപിതാവേ, സ്നേഹദാതനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു.
ദൈവപിതാവേ സ്നേഹതാതനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആമേൻ ആമേൻ യേശുനാഥാ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. എല്ലാ മക്കളും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ, ആരാധിക്കട്ടെ. ആമേൻ യേശുനാഥാ. ഞങ്ങളങ്ങ് ആമേൻ യേശുവേ, ആമേൻ ദൈവപുത്ര. മഹത്വപ്പെടുത്തുന്ന അപ്പാ, ആമേൻ നല്ല ഈശോയ്ക്ക് നന്ദി. ആമേൻ സർവശക്ത കൃപ നിറയ്ക്കണമേ. നിത്യപിതാവേ. ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. ആമേൻ ആമേൻ യേശുനാഥാ. ഈശോയ്ക്ക് നന്ദി. എൻ്റെ ഈശോ, ആമേൻ ഈശോയ്ക്ക് ആരാധന. ആമേൻ ദൈവപുത്ര. കർത്താവേ, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. എല്ലാ മക്കളും സ്തുതിക്കട്ടെ. കർത്താവിന് നന്ദി, എൻ്റെ കർത്താവിന് ആരാധന, കർത്താവിന് മഹത്വം, ഈശോയ്ക്ക് മഹത്വം. അപ്പാ, ഏക മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി ഈശോ. ജീവിക്കുന്ന ദൈവമേ, ആരാധിക്കുന്ന ഈശോയെ. Oh, glory, glory. Thank you, Lord Jesus. Thank you, Lord. We worship you, Lord. We adore you, Jesus. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധിക്കുന്നു. യൗസേപ്പ് പിതാവിനോട് ചേർന്ന് ആരാധിക്കുന്നു. അട്ടടയന്മാരോട് ചേർന്ന് ആരാധിക്കുന്നു. മാലാഖവൃന്ദത്തോട് ചേർന്ന് രാജാക്കന്മാരോട് ചേർന്ന് വണങ്ങും ആരാധിക്കുന്ന ഈശോയെ. സർവശക്തനെ, പ്രപഞ്ചത്തിന്റെ നാഥനെ, എല്ലാത്തിനെയും ഉടയവനെ ആരാധിക്കുന്നു. നന്ദി ദൈവമേ, നന്ദി ഈശോയെ, നന്ദി കർത്താവേ. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായി തീർന്ന് നിങ്ങളുടെ മധ്യേ ദിവ്യകാരുണ്യനാഥനായി എഴുന്നള്ളി വന്നിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് നിത്യസ്തുതിക്ക് പുകഴ്ചയ്ക്കുമെന്നും യോഗ്യനായ ഞങ്ങളുടെ ഏറ്റവും സ്നേഹനിധിയായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് ഞങ്ങൾക്ക് കൃപയും സത്യവും കരുണയും സമാധാനവും ആശംസിക്കുന്ന, എപ്പോഴും ഉള്ളിൽ ഞങ്ങൾക്ക് ആനന്ദം പകരുവാൻ കടന്നു വരുന്ന ദിവ്യകാരുണ്യ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ സ്നേഹവും ജീവിതവും സ്വന്തമാക്കിയ വിശുദ്ധരെയാണ് നമ്മളിന്ന് ധ്യാനിച്ചത്. ഈശോയുടെ സാന്നിധ്യമായിട്ട് ലോകത്തിൽ മുഴുവനും, ഈശോയുടെ നിഴലായി ലോകത്തിൽ മുഴുവനും മാറിയ പ്രിയപ്പെട്ട വിശുദ്ധരോട് ചേർന്ന് നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കണം. ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും ശക്തമായ ഉദാഹരണമാണ് വിശുദ്ധരുടെ ജീവിതങ്ങൾ. അവർക്കാരുമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നു. പലർക്കും മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരായിരുന്നു. അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം നഷ്ടപ്പെട്ടവരായിരുന്നു.
പലരും ചെറുപ്പകാലത്തിലെ ഒരുപാട് മുറിവേറ്റവരായിരുന്നു. ആന്തരികമായി ചതവും ക്ഷതങ്ങളും ഏറ്റവരായിരുന്നു. അവരുടെ കൂടപ്പിറപ്പുകൾ പോലും അവർ ഒറ്റിക്കൊടുത്തിട്ടുണ്ട്. വിശുദ്ധരുടെ ജീവിതത്തിൽ അവർക്ക് സ്നേഹവും പരിചരണവും കിട്ടാതെയാണ് വളർന്നത് പലരും. അവരുടെ കൂടെ താമസിച്ചവർ പോലും അവരുടെ മഠങ്ങളിലും ആശ്രമങ്ങളിലും അവരുടെ ഇടവകകളിലും അവരുടെ ഭവനങ്ങളിലും അവരുടെ ജോലിസ്ഥലത്തും അവരുടെ അധ്വാന മേഖലകളിലുമൊക്കെ തീർത്തും തിക്താനുഭവങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. അവർ നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്, പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ചിലർ ഭ്രാന്തനെന്ന് മുദ്രകുത്തപ്പെട്ടിട്ടുണ്ട്. ചിലർ മനുഷ്യരുടെ മുൻപിൽ വല്ലാതെ നിന്ദാപാത്രങ്ങളായിട്ടുണ്ട്. വിശുദ്ധ അൽഫോൻസാമയും വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാനും വിശുദ്ധ അഗസ്തീനോസും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും ഒക്കെ ആ കൂട്ടത്തിൽപ്പെടും. എന്നിട്ടും അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു യാഥാർത്ഥ്യമുണ്ടായിരുന്നു. അതാണ് ദൈവം നമ്മുടെ കൂടെ. The real presence of Jesus with them. എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈ വെളിച്ചം അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞിരുന്നു. ഈ വെളിച്ചത്തെ കീഴടക്കാൻ ഇരുളിന് കഴിയില്ല. എൻ്റെ ഈശോയെ, വിശുദ്ധരുടെ ജീവിതങ്ങളൊക്കെ നിഴലുകളായി, നിന്റെ നിഴലുകളായി ലോകത്തിൽ തെളിഞ്ഞതാണ്. കർത്താവേ, വിശുദ്ധരുടെ ജീവിതത്തോട് ഞങ്ങളുടെ ജീവിതങ്ങളെ തുലനം ചെയ്യാനാവില്ല. അവരുടെ ത്യാഗോജ്വലമായ വിശുദ്ധ ജീവിതം, അവരുടെ ശ്രേഷ്ഠമായ ശൂന്യവൽക്കരണം, അവരുടെ സ്വാർത്ഥതകൾ ബലികഴിക്കപ്പെട്ടതും അഹന്തകളില്ലായ്മ ചെയ്തതും, അവരുടെ ജീവിതത്തിൻ്റെ സ്നേഹത്തിൻ്റെ വഴികൾ അവർ തുറന്നു കിട്ടതും, സ്വർഗത്തിലേക്കുള്ള വഴി കാട്ടിത്തന്നതും, മണിക്കൂറുകൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ മുട്ടിന്മേൽ നിന്നതും, വർജനയുടെയും ഉപവാസത്തിൻ്റെ തപശ്ചര്യയുടെയും എല്ലാ തരത്തിലും തലങ്ങളിലുമുള്ള സഹനങ്ങളുടെ വഴിയിലൂടെ അവർ നടന്നതും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾക്കുള്ള മാതൃകയാണിത്. ഈശോയെ, നമ്മുടെ സാന്നിധ്യ ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളും ഇതാങ്കടപ്പിൽ കൂടിൻ്റെ മുൻപിൽ ഒരിക്കൽ കൂടി നിൽക്കുന്നു. അവിടുന്ന് കാലിത്തൊഴുത്തിൽ പിറന്നവനാണ്. അവിടുന്ന് കരുണ നിറഞ്ഞവനാണ്. ഞങ്ങളെയും അവിടെ വിശുദ്ധിയുടെ വഴിയിലൂടെ നടത്തണം. അങ്ങയുടെ സ്വന്തമാക്കണം. ഈ ലോക ജീവിതത്തിൽ അങ്ങ് ഒരിക്കലും കൈമോശം വരാതിരിക്കാൻ കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്ക് ഈശോയുടെ പുൽത്തൊട്ടിലിൽ ചേർന്ന് നിന്നുകൊണ്ട് ഈ രടികളോട് ചേർന്ന് ഈ ക്രിസ്മസിൻ്റെ സന്തോഷവും ആനന്ദവും ഹൃദയത്തിലേക്ക് ക്ഷണിച്ച് പാടി പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞവനെ, കരുണയാകണേ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ. കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ. അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. Bethlehem of Ephrathah,
നീ യൂദയ നഗരങ്ങളിൽ ഒട്ടും ചെറുതല്ല. നിന്നിൽ നിന്ന് ജനിക്കാനിരിക്കുന്നവൻ അവൻ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. അവനിതാ നിന്നിൽ നിന്ന് വരുന്നു. ബേത്ലഹേം താഴ്വാരത്തിൽ നമുക്ക് വേണ്ടി കാലിത്തൊഴുത്തിൽ പിറന്നവനെ സ്നേഹത്തോടെ ആ ഉണ്ണിമിശിഹായുടെ അടുത്ത് നിന്നുകൊണ്ട് ഉണ്ണിയോട് ചേർന്ന് നമുക്കും ഈ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാം. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കനിവിൻ കടലേ അറിവിൻ പൊരുളെ ചൊരിയൂ ചൊരിയൂ അനുഗ്രഹങ്ങൾ. കനിവിൻ കടലേ അറിവിൻ പൊരുളെ ചൊരിയൂ ചൊരിയൂ അനുഗ്രഹങ്ങൾ. നിൻ മുന്നിൽ വന്നിതാവിൽ പൂഞ്ഞങ്ങൾ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. നിൻ മുൻപിൽ വന്നിതാവിൽ പൂഞ്ഞങ്ങൾ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. ഇരുകരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ കർത്താവേ? അടിയങ്ങളിതാ ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. അങ്ങ് കരുണ നിറഞ്ഞവനാണ്. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങ് പിറന്നത്. ഈ തിരുപ്പിറവിയിൽ ആനന്ദം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ സമയം കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, പിഞ്ചു കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു, അധ്വാനിക്കുവാൻ വേണ്ടി വിദേശങ്ങളിൽ കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു, ഈ ലോകത്തിൽ കടബാധിതരായി നിരന്തരം ഞെരുങ്ങുന്നവരെ സമർപ്പിക്കുന്നു. അങ്ങയുടെ കാലിത്തൊഴുത്തിലേക്ക് ഞങ്ങളുടെ സങ്കടങ്ങൾ കൊണ്ടുവരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന രോഗപീഠകളെ, എല്ലാ തരത്തിലും ഞങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളെ, മനസ്സിൽ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ട് നടക്കുന്ന വേദനകളെ, നിരാശകളെ ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശോയ്ക്ക് അനന്ത മഹിമയുള്ള പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ എൻ്റെ പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശോയ്ക്ക് സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ വിശുദ്ധരായി മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിൽ വിശുദ്ധിക്ക് വില കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവവിളി വിശുദ്ധിയിലേക്കാണ്. വ്യക്തമായി തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനത്തിൽ പൗലോസ് ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. വിശുദ്ധരാണ് ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളങ്ങൾ. ഈ ഭൂമിയിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും, പണവും പ്രതാപവും കീർത്തിയും പെരുമയും പ്രശസ്തിയും എല്ലാം ഉണ്ടെങ്കിലും വിശുദ്ധി നഷ്ടപ്പെട്ടാൽ നമ്മുടെ മുഖം താഴും, കണ്ണുകൾ താഴു പോകും, നമുക്കാരെയും നേരെ നോക്കാൻ പോലും പറ്റില്ല. ജീവിതത്തിൻ്റെ സത്യസന്ധതയും സ്നേഹവും വിശുദ്ധിയും കൈമോശം വരരുത്. ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സമ്മാനങ്ങൾ, സ്വർഗത്തിൻ്റെ വാഗ്ദാനം അതാണ് വിശുദ്ധി. വിശുദ്ധിയുള്ളവരാണ് ദൈവത്തെ കാണുക. ഹൃദയശാന്തതയും വിശുദ്ധിയുമുള്ളവർ ദൈവത്തെ കാണും. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്കാണ് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ച തെളിഞ്ഞു കിട്ടുക. അതിനാൽ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാനാവില്ല എന്ന തിരിച്ചറിവുണ്ടാകാം. വിശുദ്ധരുടെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകം യാചിക്കാം. നമ്മുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധരൊക്കെ അങ്ങയുടെ നിഴലായി മാറിയിട്ടുണ്ട്. അവരുടെ ജീവിതം വെളിപ്പെടുത്തി തന്ന പാഠം സജീവമായ ക്രിസ്തു സാന്നിധ്യമാണ്. ഈശോയെ കൂടെ കൊണ്ട് നടന്നതുകൊണ്ടാണ്, ദൈവം നമ്മോട് കൂടെ എന്ന ബോധ്യം, അവബോധമുള്ളത് കൊണ്ടാണ് അവർ വിശുദ്ധരായത്. ഒപ്പം ഈ വിശുദ്ധരെല്ലാം വിശുദ്ധരായത് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലിരുന്നുമാണ്. അവർ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലിരുന്ന് വിശുദ്ധി അഭ്യസിച്ചു. വിശുദ്ധമായവ
വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. പ്രിയപ്പെട്ടവരെ, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ദൈവാത്മാവ് നമ്മോട് പറയുന്നതാണ്. അതിനാൽ ദൈവിക കാര്യങ്ങൾ വിശുദ്ധിയോടെ ചെയ്യുവാൻ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവാലയത്തിൽ വരുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ജപമാല കയ്യിലെടുക്കുമ്പോൾ, വിശുദ്ധ ബൈബിൾ എടുക്കുമ്പോൾ പാതി മനസ്സോടെ, ആർക്കാണ്ട് വേണ്ടി ചെയ്യാതെ പൂർണ്ണ ഹൃദയത്തോടെ വിശുദ്ധരെ കണക്ക് ത്യാഗോജ്വലമായി ദൈവിക കാര്യങ്ങൾ വ്യാപരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഇരു കരങ്ങളും ഉയർത്തി ഈശോയോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നേടിത്തന്ന വിശുദ്ധിയുടെ വരത്തെ ഞങ്ങൾ ആരാധിക്കട്ടെ. നല്ല ദൈവമേ, നല്ല കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നേടിത്തന്ന ദിവ്യകാരുണ്യത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലിരുന്ന് വിശുദ്ധി കൈവരുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ഈശോയെ, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുവാൻ ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പേരിന് കാരണക്കാരായ എല്ലാ വിശുദ്ധരെയും ഇപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങയുടെ നാമത്തിൽ വിശുദ്ധരായി തീരാനുള്ള വരം ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരടികളോട് ചേർന്ന് അഗ്നി എന്നിൽ കത്തട്ടെ. സ്നേഹത്തോടെ ഈശോയെ നോക്കി ഹൃദയത്തിലേക്ക് സകല അശുദ്ധിയും മാറിപ്പോകാൻ ആഗ്രഹിച്ച്, ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. വിശുദ്ധിയോടെ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ വിശുദ്ധിയിൽ നിറഞ്ഞിടട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ, കുഞ്ഞുങ്ങളിൽ വിശുദ്ധി നിറയാൻ ആഗ്രഹിച്ചു. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ വിശുദ്ധിയിൽ നിറഞ്ഞിടട്ടെ. നമ്മുടെ കൂട്ടുകാരിൽ, ജീവിത സഖിയിൽ, മാതാപിതാക്കളിൽ വിശുദ്ധി നിറയട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ വിശുദ്ധിയിൽ നിറഞ്ഞിടട്ടെ. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന തിരിച്ചറിവുണ്ടാകണമെങ്കിൽ വിശുദ്ധി വേണം. വിശുദ്ധിയിൽ നിറഞ്ഞെങ്കിൽ മാത്രം ദൈവം നമ്മോടുകൂടെ എന്ന വലിയ വാഗ്ദാനം അനുഭവിക്കാൻ പറ്റും. എല്ലാ മക്കളും ചേർന്ന് പാടി പാടി പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവേ, സാന്നിധ്യം സകല അശുദ്ധിയും വിട്ടുമാറട്ടെ. ചാരമാകട്ടെ. ഞാൻ വിശുദ്ധിയിൽ നിറഞ്ഞിടട്ടെ. അങ്ങയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു സമൂഹത്തെ, വിശുദ്ധ സമൂഹത്തെ രൂപപ്പെടുത്തണമേ. ചാരമാകട്ടെ. ഞാൻ വിശുദ്ധിയിൽ നിറഞ്ഞിടട്ടെ. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ട മക്കളെ ഇപ്പോൾ സമർപ്പിക്കുന്ന പാപത്തിന്റെ പടുകുടിയിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. വിശുദ്ധിക്ക് വില കൊടുക്കാത്തവരെ സമർപ്പിക്കുന്നു. മാധ്യമങ്ങളുടെ അടിമത്തങ്ങളിൽ കഴിയുന്ന തെറ്റായ കാഴ്ചകളുടെ, തെറ്റായ ബന്ധങ്ങളുടെ, പ്രണയക്കണികളുടെ അടിമത്തങ്ങളിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. മദ്യപാനത്തിന്, മയക്കുമരുന്നിന് ലഹരിക്കടിപ്പെട്ട് കഴിയുന്നവരെ സമർപ്പിക്കുന്നു. അശുദ്ധിയിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. അപ്പാ,
വീണ്ടെടുക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഈ ക്രിസ്മസ് അനുഗ്രഹത്തിന്റെയും ആനന്ദത്തിന്റെയും ക്രിസ്മസ് ആക്കണമേ. ദൈവസ്നേഹത്തിന്റെ ക്രിസ്മസ് ആക്കണമേ. അഭിഷേകത്തിന്റെ ക്രിസ്മസ് ആക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നമ്മെ ആശീർവദിക്കുന്ന സമയമാണ്. ഈ സമയം നമുക്ക് ചേർന്ന് പാടി കർത്താവിന് മഹത്വം കൊടുക്കാം. ദൈവത്തിൻ്റെ വചനം അതാണ് പറയുന്നത്. കർത്താവിന് മഹത്വം കൊടുക്കുവിൻ, അവിടുത്തേക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുവിൻ. ഞങ്ങൾക്കല്ല കർത്താവെ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും അങ്ങയുടെ വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് ഞങ്ങൾ മഹത്വം ആലപിക്കുന്നത്. 115-ാം സങ്കീർത്തനം 1-ാം വാക്യം. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ്റെ ദയ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ഉച്ചത്തിൽ പാടി കരങ്ങളടിച്ച് നമുക്കൊരിക്കൽ കൂടി അവിടുത്തെ ആരാധിച്ച് ആശീർവാദത്തിനായി ഒരുങ്ങാം. അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും യേശുവിന്. കാത്തുകാത്തല്ലോ അവരങ്കലേക്ക് ചാഞ്ഞു വന്നല്ലോ. ദൈവിക ബന്ധം, കാത്തുകാത്തല്ലോ ദൈവിക ബന്ധം അവരങ്കലേക്ക് ഈ സമയം ഉണ്ടാകട്ടെ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ജറ്റിൽ നിന്നും വിടുതൽ സംഭവിക്കട്ടെ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ജറ്റിൽ നിന്നും കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയ്ക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ. ആരാധന. മഹത്വവും ജ്ഞാനം സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും യേശുവിന്. ആമേൻ. 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 മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനും 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 ശക്തിയും ബലവും യേശുവിന്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെന്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കുമ്പോൾ